ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. ഇക്കാക്കും എന്താണെന്നറിയോ, ഈ യാത്രയിൽ മനസ്സറിയാതെ തുറന്നു പോവും. എത്ര മണിച്ചിത്രത്താഴത്ത് പൂട്ടിയാലും തുറന്നു പോവും. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയും, എല്ലാ വിശേഷങ്ങളും പറയും, എല്ലാ പരദൂഷണങ്ങളും പറയും, എല്ലാ ഗോസിപ്പും പറയും, എല്ലാ തമാശകളും പറയും. പാടാത്ത വീണയും പാടും. പിന്നെന്താണ്, എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും പറയും. വീട്ടിൽ നിന്നുള്ള പരിപാടിയിലിട്ടോ ഈ പുറത്തിറങ്ങിയാൽ അതൊക്കെ നടക്കുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞങ്ങളൊക്കെ പറഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ചാലിയ മാവാഴിക്കാറ്റാൻ തോന്നണം. അവിടെ എത്തിയപ്പോൾ കല്ലുമ്മക്ക ഫ്രൈ എന്ന് പറഞ്ഞിട്ട് അവർ കല്ലുമ്മക്ക കറി തന്നേ. ഇത് കല്ലുമ്മക്ക കറിയല്ലേ, ഫ്രൈ ആവുമോ അല്ലേ? അപ്പോൾ കല്ലുമ്മക്ക ഫ്രൈ എന്ന് പറഞ്ഞിട്ട് കറി തന്ന് പറ്റിച്ച സങ്കടത്തിൽ കല്ലുമ്മക്ക നിറച്ച് വാങ്ങി കഴിച്ച് ഉച്ചഭക്ഷണം അങ്ങനെ സലാമത്താക്കി. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങൾക്ക് കുറച്ച് നേർച്ചക്കടമൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും നേർച്ച ചെയ്യാൻ എല്ലാവർക്കും നല്ല ഉഷാറാണ്, പക്ഷെ വീട്ടാൻ ഭയങ്കര മടിയാണ്. പിന്നാട്ടെ ആരെങ്കിലും പോകുമ്പോൾ കൊടുത്തേക്ക് അങ്ങനെയൊക്കെ നീട്ടി വെക്കും. അങ്ങനെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി, നേർച്ച ചെയ്താൽ വീട്ടണ്ടേ, അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ കുറച്ച് നേർച്ച കാര്യങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലപ്പുറത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ യാത്രയാകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് നേർച്ചയൊക്കെ വീട്ടാനും പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രാർത്ഥിച്ച് മനസ്സൊക്കെ സന്തോഷമാക്കി തിരിച്ച് കോഴിക്കോട് പോകുന്ന വഴിക്ക് കുളപ്പുറത്തുനിന്ന് പഞ്ചാബി ധാബയിൽ നിന്ന് ഞങ്ങൾ അൽഫാമും തന്തൂർ റൊട്ടിയൊക്കെ കഴിച്ചിട്ടോ. ആ കാണുന്ന മയണൈസ് കേട്ടോ, ഒരു തൈര, പിന്നെ ദാല്. തന്തൂർ റൊട്ടി ധാബൊക്കെ വരുമ്പോൾ ദാലില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നല്ല ഭക്ഷണം കേട്ടോ. ഇക്കാലത്ത് പിന്നെ ആ വഴിക്ക് എപ്പോഴെങ്കിലും പോകണം അവിടെ നിന്ന് കഴിക്കലുണ്ടെന്ന് പറഞ്ഞ് കേട്ട്. ഓരോരോ സത്യങ്ങൾ യാത്രയിലാ പുറത്ത് വരിക കേട്ടോ. എത്ര മണിച്ചിത്രത്തായിട്ട് പൂട്ടിയാലും മനസ്സ് യാത്രയിൽ തുറക്കും. ഞങ്ങൾക്ക് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എന്നെ കിട്ടാവുന്ന രഹസ്യങ്ങളൊക്കെ ഞാൻ ചൂഴ്ന്നെടുക്കാറുണ്ട്. പിന്നെ നമുക്ക് സൗകര്യം കൂടുമ്പോൾ അടികൂടാമല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? ഇതിപ്പോൾ നമ്മൾ നമ്മൾ നന്നാക്കിയ ശേഷമുള്ള ആദ്യത്തെ യാത്ര കേട്ടോ. എൻ്റെ നല്ല രസമുണ്ടായിരുന്നു രാത്രി യാത്ര, അടിപൊളിയായിരുന്നു കേട്ടോ.